കൊലക്കേസിൽ പ്രതി സജി പിടിയിൽ. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് സമീപത്തെ കടയിലെത്തിയ സജിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സഹോദരൻ പരിഹസിച്ചിരുന്നതും വിവാഹം കഴിക്കാൻ അനുവദിക്കാഞ്ഞതുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വൃദ്ധ മാതാവിനെയും സഹോദരനെയും ഒറ്റയ്ക്കാണ് വകവരുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സജിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങളുടെ സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പുനരന്വേഷണം നടത്തുമെന്ന് ഇടുക്കി SP വ്യക്തമാക്കി. അമ്മയെയും സഹോദരനെയും കൊന്ന ശേഷം ഒരു കുറ്റബോധവുമില്ലാതെ വീട്ടിൽ തങ്ങിയിരുന്ന സജി ഇറച്ചി വാങ്ങി പാകം ചെയ്ത് കഴിച്ചതായും നാട്ടുകാർ പറയുന്നു. നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ടക്കൊലപാതകം നടന്ന വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സമീപത്തെ കൃഷിയിടങ്ങളും പുൽമേടുകളും കേന്ദ്രീകരിച്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡും തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ സമീപത്തെ കടയിലേക്ക് വന്ന സജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തെറ്റ് പറ്റിപ്പോയെന്നും കീഴടങ്ങുകയാണെന്നും സജി പറഞ്ഞതായി നാട്ടുകാർ വ്യക്തമാക്കി. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യുതി ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ സജിയുടെ ബാഗ് സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾ അധിക ദൂരം പോകാൻ ഇടയില്ലെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി കീഴടങ്ങിയതെന്നാണ് സൂചന. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ